നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ദിനം നമുക്ക് സമ്മാനിച്ച സർവേശ്വരന് നന്ദി അർപ്പിച്ച് എല്ലാ കൂട്ടുകാർക്കും ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. അനുഭവങ്ങളുടെ നിറക്കൂട്ടിൽ സന്ദേശങ്ങൾ രചിക്കുന്ന നമ്മുടെ കൂട്ടുകാരിതാ കാണാം, കാട്ടിലെ കൂട്ടുകാർ. ഇക്കണക്കിന് വരൾച്ചുകൊണ്ട് നമ്മുടെ കാട് നശിക്കുന്ന സ്ഥിതിയാണല്ലോ പീലി. കാട് വെട്ടിത്തെളിച്ച് ഫ്ലാറ്റുകളും മാളുകളും മറ്റും ഉണ്ടാക്കുമ്പോ ആലോചിക്കണായിരുന്നു. ആ അതും നേരാ. ദേ ഇത് കണ്ടില്ലേ, വരൾച്ച മൂലം എത്ര പേരാ ഓരോ സ്ഥലങ്ങളിലും മരിക്കുന്നതേ. കഷ്ടം. അതെ, ജലം കിട്ടാതെ മരിക്കുന്നു വായിച്ചപ്പോ വിശ്വസിക്കാനേ കഴിയുന്നില്ല. ആ നമ്മൾ ചെയ്യുന്ന കർമ്മഫലം നമ്മൾ തന്നെ അനുഭവിക്കണം. അതാ മോട്ടു പറഞ്ഞത് എനിക്ക് അത്ര പിടി കിട്ടിയില്ല കേട്ടോ. അതായത് പീലി, വികസനത്തിന്റെ പേര് പറഞ്ഞ് ഭൂമിയെ ചൂഷണം ചെയ്യുന്നു. അതിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുന്നു. അതാ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. അപ്പോ ഈ വരൾച്ചക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, അതാണ് ആലോചിക്കേണ്ടത്. എന്താണൊരു ചർച്ച? ഇരുന്നോ ഇരിക്കൂ. സാറേ, അത് ഇനി പറയൂ, നിങ്ങൾ എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. അതെ സാറേ, ഇത് കണ്ടില്ലേ, കുടിവെള്ളക്ഷാമം, വരൾച്ച, എന്തൊക്കെയാ ഈ പത്രത്തിൽ. കഷ്ടം തന്നെ. പ്രകൃതിയുടെ ഇന്നത്തെ അവസ്ഥ ഓർക്കുമ്പോ നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. ആ അതേ മക്കളെ, നമ്മൾ ഈ നാടിനു വേണ്ടി ചിലതൊക്കെ ചെയ്യുന്നു. അത് കൊള്ളാം, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നമ്മൾ വഴിയോരങ്ങളിൽ വൃക്ഷത്തൈ നട്ട് നാടിന് തണല് തീർക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് സാറേ കിട്ടുന്നത്? അതാ മക്കളെ പറഞ്ഞത്, നമുക്കല്ല, വരും തലമുറയ്ക്ക്. പീലി, നമുക്ക് ഈ തണലും വൃക്ഷങ്ങളുടെ കുളിർമയും ആര് നൽകിയതാ? പറയൂ. നമ്മുടെ പൂർവികന്മാർ. നമുക്ക് വേണ്ടി അവർ ചെയ്ത പുണ്യപ്രവൃത്തി. അപ്പോ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളും എന്തെങ്കിലും ചെയ്യുന്നു. ശരിയാ സാറേ, ഞങ്ങൾ അത്രയ്ക്ക് ആലോചിച്ചില്ല. ഇതാ മക്കളെ പ്രശ്നം. നമ്മൾ മുന്നോട്ട് ചിന്തിക്കാതെ ജീവിക്കുന്നു. അത് നമ്മളെ അപകടത്തിൽ ചാടിക്കുന്നു. ആ മക്കളെ, നാളെ നമുക്ക് ക്ലബിൽ വെച്ച് കാണാം. നാളെ മുതൽ കുറച്ച് ചെടികൾ വെച്ച് നമ്മൾ പിടിപ്പിക്കും. അതെ സാറേ, രാവിലെ തന്നെ ഞങ്ങൾ ക്ലബിലുണ്ടാവും. ശരി മക്കളെ, അപ്പോൾ നാളെ കാണാം. എന്തായാലും വമ്പൻ സാറിനെ കണ്ടത് നന്നായി. അതെ, വേനൽ ചൂടിനെ ചെറുക്കാൻ വരും തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയുമെന്നേ. എന്തൊരു ദാഹം! അതിനല്ലേ കയ്യില് വെള്ളം കുടിച്ചിട്ടൊന്നും ചൂടും ദാഹം കുറയണില്ലേട്ടോ. എങ്കിലേ ആ പുഴയിൽ പോയി കിടക്ക്. അല്ലെങ്കിൽ തന്നെ ചൂടെടുത്ത് ആകെ ശരീരം ചൂടായിട്ട് നിക്ക. അപ്പഴാ ഒരു വലിച്ച കോമഡി.
എന്റെ അമ്മ ഞാനൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ പോയാലേ മരിച്ചു തന്നെ. അത് തന്നെയല്ലേ നേരത്തെയും പറഞ്ഞത്. പപ്പീസ സഹിക്കുന്നതിനൊരു അതിരുണ്ട് കേട്ടോ. ഹേയ് ഹേയ് നിക്ക് നിക്ക് നിക്ക്, ചൂടാവാതെ. എന്ത് പറഞ്ഞാലും ഒരു ഒടുക്കത്തെ തമാശ. ക്ഷമിക്ക് ഗംഭീരേ, ക്ഷമിക്ക്. അതെന്താ? കണ്ട കണ്ട ദേ ചട്ടിയും മൺവെട്ടിയും ഒക്കെ ആയിട്ടാണല്ലോ. എന്തോ തട്ടിപ്പ് പരിപാടി കാണണം അതന്നെ. ഇനി വേനൽക്കാലത്ത് വല്ല ജലവിതരണവും ആയിരിക്കുമോ? മണ്ട, ജലവിതരണത്തിന് എന്തിനാ മൺവെട്ടി? ചിലപ്പോ കുളം കുഴിച്ച് വെള്ളം എടുക്കാനായിരിക്കും. എന്റെ അമ്മോ, ഈ മണ്ടനെ കൊണ്ട് ഞാൻ തോറ്റു. ആ പീലി, അതാ കുഴിയിലേക്ക് വെച്ചു. ഇറക്കി വെച്ചു. മണ്ണിട്ട് മൂടാ. എന്താ എന്താ പരിപാടി? ഞങ്ങള് കുറച്ച് തണൽ മരം നടാൻ പോവാ. നിങ്ങൾ വരുന്നോ? തണൽ മരം നമ്മുടെ വമ്മൻ സാറിന്റെ നേതൃത്വത്തില് വഴിയോരത്താ. ഈ കുഞ്ഞ് തൈമരം ആർക്ക് തണൽ തരാനാ? പറഞ്ഞത് ശരിയാണ് ട്ടോ. അതെ കൂട്ടുകാരെ, ഇത് വരും തലമുറയെ കണ്ടുകൊണ്ടാ. നമുക്ക് തന്നെ നേരാവണ്ണം ജീവിക്കാൻ കഴിയുന്നില്ല, അപ്പോഴാ അടുത്ത തലമുറ. ഈ സമയത്ത് മറ്റെന്തെങ്കിലും പണി നോക്ക്, വെറുതെ വെയിലും കൊണ്ട് ഉപ്പാടിളകും. വെറുതെ വഴിവക്കത്തിരുന്ന് സൂര്യതാപ കണ്ടോ. അതെ അതെ അതെ. ഇപ്പോഴെന്ത് പറയുന്നു? നാടിന്റെ തണലായി മാറാൻ നമുക്ക് സാധിച്ചതിൽ സന്തോഷമില്ലേ? സാറേ, ഞങ്ങള് വരുന്ന വഴിക്ക് ആ പപ്പീസിനെയും ഗംഭീറിനെയും കണ്ടിരുന്നു. ആഹാ, അവരെയും കൂട്ടാൻ പാടില്ലായിരുന്നു. ഞങ്ങള് വിളിച്ചതാ സാറേ, പക്ഷേ അവര് ഞങ്ങളെ കൊറേ കളിയാക്കി. ഞാൻ വരുന്ന വഴിക്കാ ഈ കോവറിനെ കണ്ടത്. കോവറിനോട് കാര്യം പറഞ്ഞപ്പോ എന്റെ കൂടെ പോന്നു. അതെ, ഒരു തണൽ മരം നട്ടാൽ ഞാൻ ഈ ഭൂമിയോട് ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയല്ലേ? ആ, തീർച്ചയായും. ദാഹിച്ചു വലഞ്ഞ് വിഷമിച്ചു വരുന്ന സമയത്ത് ഒരു തണൽ, ഓ, ഓർക്കുമ്പോൾ ആത്മാവിന് എന്തൊരു സന്തോഷം. അതെ സാറേ, ഞങ്ങൾ ഇനിയും മരങ്ങൾ നടും, ഈ വെക്കേഷൻ ടൈം തീരുന്നത് വരെ. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളെ ഞാൻ സഹായിക്കും. നിങ്ങൾക്ക് വേണ്ട വൃക്ഷത്തെ ഞാൻ എത്തിച്ചു തരും. സാറേ, ഈ വെയിലത്ത് ഇതിനെ സംരക്ഷിക്കാൻ കുറെ കഷ്ടപ്പാടുണ്ട്. അത് ശരിയാ. നമ്മൾ വൃക്ഷം നട്ടുവെച്ചത് കൊണ്ട് കാര്യമില്ല, അതിനെ സംരക്ഷിക്കുന്ന ചുമതല കൂടി നമുക്കുണ്ട്. ഇതിനെല്ലാം ദിവസവും നനയ്ക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. വളരെ നല്ലത്. ഇനി ഈ കാട് ഹരിതസ്വർഗമായി മാറും, ദൈവത്തിന്റെ സ്വന്തം കാട്. എന്റെ അമ്മൂ, വെള്ളം തീർന്നല്ലോ, ദാഹിച്ചിട്ട് വയ്യ. അതെ അതെ, എന്തൊരു ചൂടാണിത്. എവിടെയെങ്കിലും ഒരു തണൽ മരം ഉണ്ടെങ്കിൽ അല്പം വിശ്രമിക്കാമായിരുന്നു. തണൽ മരം അല്ല, അവന്മാര് മറന്നിട്ട് ഇവിടെ ഒന്ന് എത്തിയില്ലേ? ആര്? നമ്മുടെ പ്രകൃതി സ്നേഹികളെ. കുറച്ച് വെള്ളം ഓ എന്റെ ദൈവമേ, ദാഹിച്ചിട്ട് വയ്യ. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഓഫീസ് വേഗം നടക്ക്, വെയിലിന് ചൂടെനിക്ക് അയ്യോ ഗംഭീരേ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഗംഭീരേ, ഞാൻ തളരുന്നു ഗംഭീരേ. നീ ഒന്ന് വേഗം വന്നേ. ഒന്ന് പിടിക്ക് ഗംഭീരേ, പ്ലീസ് പ്ലീസ്. അയ്യോ, എനിക്ക് തന്നെ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല, പിന്നെ ഞാൻ നിന്നെ ഞാനിപ്പോ വീഴുമല്ലോ. അയ്യോ, എന്റെ അമ്മോ. എനിക്ക് പപ്പീസ് പാവം മോൻ, എന്റെ സാറേ, ഈ പപ്പീസ് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാ രക്ഷപ്പെട്ടത്, അല്ലാതെ ഒന്നും പറയാനില്ല. സംഭവം ഞാൻ അന്വേഷിച്ചിരുന്നു. സൂര്യതാപം ആ പ്രശ്നമായി. ശരീരം ചൂട് താങ്ങാതെ വന്നപ്പോൾ സംഭവിച്ചതാ. നമ്മുടെ കാടിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മൾ വരുത്തിവെച്ചതിന്റെ ഫലം
നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നു. വരുംകാലങ്ങളിൽ ചൂടിനെ തടയാൻ നമ്മൾ ഇപ്പോഴേ തയ്യാറായാൽ വരും നാളുകളിൽ ചൂടിൽ നിന്നും വരൾച്ചയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. സാറേ, ഒരു വൃക്ഷത്തൈ നടാൻ ഞാനും ഇവരോടൊപ്പം വരണമായിരുന്നു. ഇവരെന്നെയും ഗംഭീരനെയും വിളിച്ചപ്പോ ഞങ്ങൾ കളിയാക്കി. പക്ഷേ അതിന്റെ ഫലം ദൈവം എനിക്ക് അപ്പൊ തന്നെ തന്നു. അങ്ങനൊന്നും പറയല്ലേ പപ്പീസേ. ദൈവം പകരം വീട്ടുന്നവനല്ല. പപ്പീസിന് കൂടുതലൊന്നും സംഭവിക്കാഞ്ഞത് ദൈവത്തിന്റെ കരുതൽ കാരണമാണ്. ഈ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞ് പപ്പീസ് ഞങ്ങളോടൊപ്പം ചേരണം. തീർച്ചയായും സാർ, എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇന്നു മുതൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. വെരി ഗുഡ്. കാടിന്റെ വീതികളിൽ നിന്ന് ഇനി വചന വെളിച്ചത്തിലേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് ടിങ്കു. ഹായ് കൂട്ടുകാരെ. ഹായ് അങ്കിൾ. ടിങ്കു, ഇന്ന് നീ വലിയ സന്തോഷത്തിലാണല്ലോ. അതെ അതെ അങ്കിൾ, സന്തോഷത്തിന്. എന്താ കാരണം? ഞാൻ ഇന്ന് സ്കൂളിൽ പോകും. ഓ, അത് ശരി. സ്കൂള് തുറക്കാനായില്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ സ്കൂളിൽ പോകാൻ എന്തെല്ലാം കാര്യങ്ങളാണ് റെഡി ആയിട്ടുള്ളത്? പുതിയ ഉടുക്ക്. ഓ, അത് ശരി. പുതിയ ഉടുപ്പുണ്ട്. പിന്നെ പുതിയ ബാഗ്. ഓ, പുതിയ ബാഗുണ്ട്. എന്നിട്ടോ? എല്ലാം വാങ്ങി. ഓ, അത് ശരി. അപ്പം കൂട്ടുകാരും റെഡിയായി കാണുമല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ്? പുതിയ ഉടുപ്പൊക്കെ ഉണ്ട്, പിന്നെ പുതിയ ബാഗൊക്കെ ഉണ്ട്, വാട്ടർ ബോട്ടിലുണ്ട്, പുതിയ സ്കൂളിൽ പുതിയ കൂട്ടുകാർ. വളരെ സന്തോഷമാണല്ലേ? അതെ അങ്കിൾ. ഓക്കെ. അങ്ങള് ഇതിനെക്കുറിച്ച് ഒരു പാട്ട് പഠിപ്പിച്ചു തന്നായിരുന്നല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്. എന്നാ ഒന്നൊന്ന് പാടിയേ, കൂട്ടുകാരും കൂടി കേൾക്കട്ടെ. അങ്ങൾ എന്ത് പാട്ടാണ് പഠിപ്പിച്ചു തന്നേന്ന്. ഞാൻ പാടട്ടെ. പാട്. ഞാനും. പാടിക്കോ. അങ്കിൾ പാടിക്കും. ഇല്ല, നീ തന്നെ പാടുന്നതാണ് നല്ലത്. അല്ല, അങ്കിൾ പാടാം. അങ്ങൾ പാടുന്നേക്കാൾ നല്ലത് കൂട്ടുകാർക്ക് ഇഷ്ടം നീ പാടുന്നതാണ്. അങ്കിൾ പാടിയാ മതി. എടാ, നീ പാടണ. ഞാൻ പാടാം. എന്നാ പാട്. ഓക്കെ. കത്തനോട് കാണിഞ്ഞ് പുതിയൊരു ആഘോടിച്ച് പുതിയൊരു വർഷം കാണാൻ പോകുമ്പോൾ അടിയൊരു കാര്യം മറന്നു പോകരുതേ. അത് ചെയ്യുന്ന ഗ്രാഹിച്ചില്ലെങ്കിൽ അരലോകത്തിൽ പോകാനാകില്ല. ഓ, നല്ല പാട്ടാണ്. കൂട്ടുകാരൊന്ന് കൈയടിച്ചേ. ഓക്കെ ഓക്കെ. അപ്പം നല്ല പാട്ടാണ് പാടിയതല്ലേ? പുതിയൊരു വർഷം സ്കൂളിൽ പോകുമ്പം പഴയ ഒരു കാര്യം മറന്നു പോകരുതെന്നാണ് ആ പാട്ടിലുള്ളത്. നമുക്കെല്ലാം പുതിയ കാര്യങ്ങളുണ്ട്, പക്ഷെ പഴയൊരു കാര്യം എന്താണെന്നറിയാമോ? നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ നാം മറക്കുവാനായിട്ട് പാടില്ല. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമുള്ളത്? ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതെ, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. എത്ര മനോഹരമായിട്ടാണ് ദൈവം നമ്മെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ദൈവത്തിൻ്റെ ആ സ്നേഹം എത്രയോ വലുതാണ്. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നല്ല മാതാപിതാക്കൾ, നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം എല്ലാം ദൈവം നമുക്ക് നൽകി. എത്രയോ ശ്രേഷ്ഠകരമായ കാര്യമാണ്. അങ്ങനെയെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ദൈവത്തെ മറക്കുന്ന കുട്ടികളായിട്ട് നാം മാറരുത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ദിനവും ദൈവത്തോട് പ്രാർത്ഥിക്കണം. രാവിലെയും വൈകിട്ടും പോകുന്നതിന് മുമ്പും പോയി മടങ്ങി വരുമ്പോഴും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. എത്രയോ കുട്ടികളാണ് പലവിധമായ അപകടങ്ങളിലൂടെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നത്. സ്കൂളിൽ പോയി തിരിച്ചു വന്ന അനേകം കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ കാണാതെ, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് ദിനവും ആവശ്യമാണ്. അതിനുവേണ്ടി എന്നും സ്കൂളിൽ പോകുന്നതിന് മുമ്പും തിരിച്ചു വരുമ്പോഴും ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം. അതുപോലെ നാം നമ്മുടെ പഠന വിഷയങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ നാം വായിക്കണം. ദൈവത്തിന് നമ്മോട് പറയാനുള്ള സന്ദേശമാണ് വിശുദ്ധ ബൈബിളിലുള്ളത്. ദിനവും ഓരോ വാക്യങ്ങൾ നാം മനഃപ്പാഠമാക്കുകയും ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ചെയ്യണം. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഏറ്റവും വലിയ കാര്യം നാം പഠിക്കാനാണ് പോകുന്നത്. അപ്പോൾ അന്നുള്ള പാഠങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ടിങ്കു അങ്ങനെ ചെയ്യുന്നുണ്ട്, കൂട്ടുകാരങ്ങനെ ചെയ്യണം കേട്ടോ. അന്നുള്ള പാഠങ്ങൾ അന്നു തന്നെ പഠിക്കണം. എപ്പോഴും ഉത്സാഹത്തോടുകൂടെ നാം നിൽക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ ഉത്സാഹികളായ പലരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൻ്റെ വചനം കേൾക്കാനായിട്ട് വന്നൊരു ബാലൻ, അവൻ്റെ പേരൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല.
പക്ഷേ ഉത്സാഹത്തോടു കൂടെ കടന്നു വന്ന ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അതെ, എന്താ അറിയുന്നത്? അതെ, എന്താ അത്ഭുതം ചെയ്തത്? അതെ, 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചു. ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ എന്നും ദൈവം ആഗ്രഹിക്കുന്നതാണ്. സ്കൂളിലും അത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ഉത്സാഹത്തോടുകൂടെ പഠിക്കണം. നമ്മുടെ മാതാപിതാക്കളെ നാം അനുസരിക്കണം. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ ചില കാര്യങ്ങൾ പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കണ്ടേ? നാം അനുസരണമുള്ള നല്ല കുട്ടികളായിട്ട് മാറണം. നമ്മുടെ അധ്യാപകരെ ബഹുമാനിക്കണം. കാരണം നമുക്ക് വേണ്ടിയാണ് അവരുടെ സമയം ചെലവഴിക്കുന്നത്. അവരുടെ അറിവുകൾ നമുക്ക് പകർന്നു തരുന്നു. അവരെ നാം ബഹുമാനിക്കണ്ടേ? അതിന് പകരം അവരെ ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ചീത്ത പേരുകളൊക്കെ ഇട്ട് കളിയാക്കുക, അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ? അങ്ങനെയെങ്കിൽ നമ്മുടെ അധ്യാപകരെ നാം ബഹുമാനിക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങള് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞത്? പ്രാർത്ഥിക്കണം. പിന്നെ ദൈവവചനം വായിക്കണം. പിന്നെ ഉത്സാഹത്തോടെ പഠിക്കണം. വെരി ഗുഡ്. പിന്നെയോ? മാതാപിതാക്കളെ അനുസരിക്കണം. പിന്നെയോ? ഏറ്റവും ഒടുവിൽ എന്താ പറഞ്ഞത്? അധ്യാപകരെ ബഹുമാനിക്കണം. അപ്പം ഈ ഒരു പുതുവർഷം സ്കൂളിൽ പോകുമ്പോൾ മറന്നുപോകാതെ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ഇനി നമ്മുടെ സമയം. സന്തോഷം പങ്കുവെച്ചും പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടും ധാരാളം കത്തുകളുണ്ട് ഇത്തവണയും. നിങ്ങൾക്കും അയക്കാം സന്ദേശങ്ങൾ. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഒരുപാട് വിശേഷങ്ങളുമായി അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ ബൈ ബൈ.